1 ഫംഗ്ഷന്റെയും അതുപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷന്റെയും കുറച്ച് എക്സാമ്പിളുകളാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യുന്നത് നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം 1 ഫംഗ്ഷന്റെ രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, നോക്ക് എന്താണ് 1 1. ഓക്കെ, ആദ്യം എന്താണ് 1 1 എന്ന് മനസ്സിലാക്കുക. എന്താണ് 1 1? നോക്ക്, അതായത് ഡിഫറെന്റ് ഇൻപുട്സ്. ഓക്കെ, ഡിഫറെന്റ് ഇൻപുട്സ് എന്തായിരിക്കണം? ഡിഫറെന്റ് ഇൻപുട്സ് ഈക്വൽ ടു ഡിഫറെന്റ് ഔട്ട്പുട്സ് കിട്ടണം. ഓക്കെ, ഡിഫറെന്റ് ഇൻപുട്സ് ഈക്വൽ ടു എന്ത് കിട്ടണം? ഡിഫറെന്റ് ഔട്ട്പുട്സ് കിട്ടണം. ഇതാണ് എന്ത് നമ്മുടെ 1 1ന്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് ഇത് എങ്ങനെ കിട്ടണം? ഇതാണ് മെയിൻ. നമ്മൾ സോൾവ് ചെയ്യുന്നത് മാത്തമാറ്റിക്കലി ആയതുകൊണ്ട് ഇത് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടിയാലേ നമുക്കത് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? 1 1 എന്ന് പറയാൻ പറ്റുള്ളൂ. നോക്ക്, f of x1 equal to f of x2. Okay, f of x1 equal to f of x2 equal to gives x1 equal to x2. Okay, f of x1 equal to x2 ചെയ്തിട്ട് x1 equal to x2 കിട്ടിക്കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ എന്തായി? 1 1 ആയി. ഓക്കെ, സിമ്പിൾ ആയി പറഞ്ഞാൽ ഒരു ഔട്ട്പുട്ടിന് മാക്സിമം ഒരു ഇൻപുട്ട് മാത്രമേ ഉണ്ടാവാൻ പറ്റൂ. ഓക്കെ, ഇനി അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റത്തെ എക്സാമ്പിൾ. ഓക്കെ, ആദ്യത്തെ എക്സാമ്പിൾ ഒരു ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാം. f of x equal to എന്താണ്? 2x plus 3. ഓക്കെ, കൺസിഡർ. നമുക്ക് എന്ത് കിട്ടണം? f is to r tends to r. r ചെയ്താൽ r തന്നെ കിട്ടണം. ഓക്കെ ഓക്കെ, അതിനെ നമ്മൾ എന്തുകൊണ്ട് തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമ്മുടെ ഫംഗ്ഷൻ ഈ ഒരു ഫംഗ്ഷൻ കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം അസ്യൂം ചെയ്യണം. എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. നമ്മുടെ അടുത്ത് എന്താ സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് എന്ത് ചെക്ക് ചെയ്യണം? 1 1 ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യാ? ആദ്യം ഇത് അസ്യൂം ചെയ്യുക. എന്ത് അസ്യൂം ചെയ്യുക? ഈ ഒരു സാധനം f of x1 ഈക്വൽ ടു f of x2 ആണെന്ന് അങ്ങോട്ട് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക, അസ്യൂം ചെയ്യുക, വിചാരിക്കുക. വെറുതെ അങ്ങോട്ട് വിചാരിക്കുക. f of x1 ഈക്വൽ ടു എന്താണ്? f of x2 ആണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. അത് എഴുതണം കേട്ടോ, വിചാരിച്ചാൽ മാത്രം പോരാ, എഴുതണം. ഓക്കെ, എന്നിട്ട് അടുത്ത എന്ത് ചെയ്യുക? ഇവിടെയുള്ള ഈ ഫംഗ്ഷനിലുള്ള നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? 2x plus 3 ആണ്. ഈ ഫംഗ്ഷനിലുള്ള എക്സിനൊക്കെ എന്തിട്ട് കൊടുക്കുക? x1 എന്ന ഫംഗ്ഷനിൽ ഈ എക്സിന് പകരം x1 ഇട്ട് കൊടുക്കണം. x2 എന്ന ഫംഗ്ഷനിൽ ഈ കാണുന്ന എക്സിന് പകരം x2 ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ എങ്ങനെ ചെയ്യും നോക്ക്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഇങ്ങനെയാവും: 2x1 plus 3 equal to 2x2 plus 3 എന്നാവും. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? x1 equal to x2 എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ആകണമെങ്കിൽ ഈ സാധനങ്ങൾ എന്ത് ചെയ്യണം? ഈ സാധനങ്ങള് x1 x2 ഒറ്റയ്ക്കായാലും x1 equal to x2 കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൂടെയുള്ള വള്ളികളിലേക്ക് അല്ലെങ്കിൽ കൂടെയുള്ള സാധനങ്ങളിലേക്ക് എന്ത് ചെയ്യും? തട്ടിക്കളയും. ആദ്യം എന്ത് ചെയ്യും? ആദ്യം അപ്പുറത്തുള്ളവനെ തട്ടിക്കളയും. അപ്പുറത്ത് ആരുള്ളത്? നമുക്ക് 1 മൈൽ ദൂരെ +3 ഉണ്ട് അല്ലെ? 2x1 plus 3 എന്തുണ്ട്? 2x1ന്റെ അപ്പുറത്ത് എന്തുണ്ട്? +3 ഉണ്ട്. ആദ്യം നോക്കാം, ഈക്വൽ ടു അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ ആദ്യം പ്ലസോ മൈനസോ ഉണ്ടെങ്കിൽ അതിനെ വേണം എന്ത് ചെയ്യാൻ? ആദ്യം എടുത്ത് ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ 3നെ അങ്ങോട്ട് തട്ടിക്കളയും. പോ അവിടെ നിന്ന് പറയും. എന്ത് ചെയ്യും? +3നെ എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും അല്ലെ? ഈക്വൽ ടുവിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരും. നമുക്ക് +3 ഈ പറയുന്ന ഈക്വൽ ടുവിന്റെ അപ്പുറത്ത് പോയാൽ എന്താവും? മൈനസ് ആവും. എന്താവും? മൈനസ് ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2x1 equal to 2x2 plus 3 minus 3 എന്ന് കിട്ടും. നോക്ക്, പ്ലസും മൈനസും എന്താവും? ക്യാൻസൽ ആവും അല്ലെ? പ്ലസും മൈനസും പറഞ്ഞാൽ അവിടെ മൈനസ് ആണ്. അപ്പൊ +3 -3 എന്ത് ചെയ്യും? 3 - 3 0 ആവും. അത് ക്യാൻസൽ ആയി പോവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാക്കി എന്തുണ്ട്? 2x1 equal to 2x2 ഉണ്ട്. എന്തുണ്ട്? 2x1 equal to 2x2 ഉണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? x1 equal to x2 ആക്കണം. അപ്പൊ എന്ത് ചെയ്തു? ആദ്യം നമ്മൾ എന്ത് ചെയ്തു? അപ്പുറത്തുള്ളവനെ എടുത്ത് തട്ടിക്കളഞ്ഞു. ഇനി എന്ത് ചെയ്യണം? അടുത്തുള്ളവനെ എടുത്ത് ചവിട്ടി കളയുക. അടുത്തുള്ളവനെ എന്ത് ചെയ്യുക? കളയുക. ഓക്കെ,
നോക്കി ഇതെന്താണ് 2x1. ഓക്കെ, ഏതൊരു സംഖ്യന്റെ കൂടെയും ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? 2 into a ഇല്ലെങ്കിൽ 1 into 1a എന്ന് പറഞ്ഞാൽ 1 into a. ഓക്കെ, അതിന്റെ അർത്ഥം അതെന്താണ്? ഇൻഡു ആണ് എന്നാണ് അർത്ഥം. ഏതൊരു നമ്പറിന്റെ കൂടെയും ഒരു ലെറ്ററിന് ഉണ്ട് എന്ന് മനസ്സിലാക്കണം. നടുവിൽ ഒരു ഇൻഡു ഉണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ ഈ പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് തട്ടിക്കളയുമ്പോൾ അത് എന്താവും? നോക്ക്, മൾട്ടിപ്ലിക്കേഷൻ അപ്പുറത്ത് തട്ടിക്കളയുമ്പോൾ അത് എന്താവും? ഇത് ഡിവിഷൻ ആവും. എന്ത് ചെയ്യും? ഇതിന്റെ താഴെ പോവും. അപ്പൊ എങ്ങനെ എഴുതണം? നോക്ക്, 2x1 equal to 2x2 by 2. ഇവിടെ എന്തുണ്ട്? മേലെയും 2 ഉണ്ട്, താഴെയും 2 ഉണ്ട് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? മേലത്തെ 2 എടുത്തിട്ട് പൊടാ ഒളിയില് എന്ന് പറയാം. അപ്പൊ രണ്ടുപേരും അടിയാവും, രണ്ടുപേരും ക്യാൻസൽ ചെയ്ത് വിടുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ? മേലത്തെ 2നെയും താഴത്തെ 2നെയും എന്ത് ചെയ്യാ? ക്യാൻസൽ ചെയ്ത് വിടുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബാക്കി ആരൊക്കെ ഉണ്ട്? നമ്മുടെ x1ഉം x2ഉം ഉണ്ട്. എന്തുണ്ട്? x1 equal to x2 ഉണ്ട്. ഹെൻസ് നമുക്ക് എന്ത് കിട്ടി? അവസാനം നമുക്ക് എന്ത് കിട്ടി? x1 equal to x2 കിട്ടി. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായി പിള്ളേരെ? 1 1 ആയി. എന്തായി? 1 1 ആയി. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രോബ്ലം. ഓക്കെ, നോക്ക്, അടുത്ത എക്സാമ്പിൾ ആണ്. നോക്ക്, f of x equal to എന്ത്? x ക്യൂബ്. എന്താണ്? x ക്യൂബ്. ഓക്കെ, f of x equal to x ക്യൂബ് ആണ് നമ്മുടെ അടുത്ത എക്സാമ്പിൾ. ഓക്കെ, നോക്ക്, കൺസിഡർ ചെയ്യാ. എന്ത് കൺസിഡർ ചെയ്യാ? f is to r tends to r ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? f of x equal to x cube ആണ് അതിനെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, f of x equal to x cube ആണ് അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു സാധനത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ ആണ്. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്തെന്ന് പ്രൂവ് ചെയ്യണം? 1 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്തെന്ന് എഴുതണം? എന്തെന്ന് എഴുതുക? നമ്മൾ ആദ്യം വിചാരിക്കണം. എന്ത് വിചാരിക്കണം? f of x1 equal to f of x2 അങ്ങോട്ട് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? x equal to f of x equal to എന്താണ്? x ക്യൂബ് ആണ് അല്ലേ? ഇത് ഈ ഒരു എക്സിന്റെ അവിടെ എന്തിട്ട് കൊടുക്കുക? x1ഉം x2 ഇട്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരും? നമുക്ക് x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമ്മൾ അസ്യൂം ചെയ്തത് x1 ഈക്വൽ ടു x of x2 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ പറയുന്ന എക്സിന് പകരം f of x1ഉം f of x2ഉം ചെയ്യണം. അപ്പൊ എന്ത് വരും? ഈ കാണുന്ന റിസൾട്ടില് x ക്യൂബിന് പകരം x1 ക്യൂബും x2 ക്യൂബും വരും. ഇനി എന്ത് ചെയ്യാം? നമ്മള് ക്യൂബ് റൂട്ട് ഇട്ട് കൊടുക്കും. ഇതിന് രണ്ടിന് എന്ത് ഇട്ട് കൊടുക്കും? ക്യൂബ് റൂട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, x1 ക്യൂബ് ഈക്വൽ ടു 3 ക്യൂബ് റൂട്ട് എന്താണ്? x2 ക്യൂബ്. ക്യൂബ് റൂട്ട് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? നമ്മൾ ഒരു സംഖ്യയുടെ റൂട്ട് ഇട്ട് കൊടുത്താൽ എന്ത് ചെയ്യും? അതിന്റെ ഒറിജിനൽ എന്താണെന്ന് കിട്ടും അല്ലേ? അപ്പോ എക്സ് ക്യൂബിന്റെ ഒറിജിനൽ എന്തായിരിക്കണം? എക്സ് ആയിരിക്കണം. ഓക്കെ, എക്സ് ക്യൂബിന്റെ ഒറിജിനൽ എന്തായിരിക്കണം? എക്സ് ആയിരിക്കണം. ഇവിടെ എന്തുണ്ട്? x1 ക്യൂബ് ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് എഴുതും? x1 എന്ന് എഴുതും. ഓക്കെ, നോക്കിക്കോ, ഇത് ഓൾമോസ്റ്റ് ഒരു റൂള് പോലെയാണ്. അതായത് റൂട്ട് 3 ക്യൂബ് എക്സ് ക്യൂബ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടും? എക്സ് തന്നെ കിട്ടും. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത് എഴുതുക. എന്ത് എഴുതണം? x1 ഈക്വൽ ടു ഇവിടെ എന്ത്? ക്യൂബ് റൂട്ട് ഇട്ടു. അപ്പൊ നമ്മുടെ ക്യൂബ് പോയി ആരിനെ കിട്ടും? x2നെ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആദ്യം തന്നെ ആരിനെ കിട്ടി? x1 ഈക്വൽ ടു x2 കിട്ടി. ഇനി എന്തെങ്കിലും വേണോ? ഹെൻസ് 1 1 ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഹെൻസ് 1 1. ഓക്കെ, എന്താണ്? 1 1. അത്രേ ഉള്ളൂ. ഇങ്ങനെ x1 ഈക്വൽ ടു x2 എന്ന് ലാസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹാപ്പി. ഹെൻസ് 1 1 എഴുതാ, പരിപാടി അവസാനിപ്പിക്കാം. ഹെൻസ് പ്രൂവ്ഡ് 1 1 അങ്ങനെയൊക്കെ എഴുതിയാൽ മതി. ഓക്കെ, ഡൺ.